ടു എഡ്ഫിൽ ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ എന്ന മൊഡ്യൂളിലെ 4ാമത്തെ പാർട്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 3 പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 5 ക്വസ്റ്റ്യൻ്റെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിനാപ്റ്റിക് ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ എന്ന പാർട്ട് ആണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗവും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഭാഗമാണ്. അതിൽ വളരെ ചെറിയൊരു ഭാഗം ഇപ്പം ആക്സോണിനെ കുറിച്ചിട്ടും ന്യൂറോണിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. അതിൽ വരുന്ന ഈ ഇമ്പൾസ് ട്രാൻസ്മിഷനിലുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. സോ ആ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യം എന്താണ് നമ്മുടെ ജനുവരി 2025 ചോദിച്ച ചോദ്യമാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ന്യൂറോണൽ സ്ട്രക്ചേഴ്സ് ഇൻവോൾവ് ഇൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. സിനാപ്റ്റിക് ട്രാൻസ്മിഷനിലുള്ള ന്യൂറോണൽ സ്ട്രക്ചേഴ്സ് അതൊന്ന് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സീക്വൻസ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തത് ഏതൊക്കെയാണ്? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, സിനാപ്റ്റിക് വെസിക്കിൾസ്, ടെർമിനൽ ബട്ടൺ, ആക്സോൺ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയണം? ഈ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണത് നടക്കുന്നത്, എവിടുന്ന് എവിടം വരെയാണത് പോകുന്നത്, എന്താണ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ എന്നൊക്കെ നമുക്കറിയണം അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസിൽ ഇങ്ങനെ ECBAND, CBEAND, ACDEND, NB, DCBENA ഇങ്ങനെയാണ് കൊടുത്തത്. നമുക്ക് നോക്കാം ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന്. എന്താണ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ? Synaptic transmission is the process by which neurons communicate with each other or with the target cells at a specialized junction called a synapse. Okay. 2 ന്യൂറോണുകൾ തമ്മിലോ അല്ലെങ്കിൽ ന്യൂറോണും ടാർഗറ്റ് സെല്ലും തമ്മിലോ ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനെ പറയുന്നതാണ് സിനാപ്സ്. ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇപ്പോൾ അഡ്ജസൻറ്റ് ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഇവർ പറഞ്ഞ കാര്യം ഞാൻ എടുക്കണോ അല്ലെങ്കിൽ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സിനാപ്സിൽ വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം. ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്ന കീ സ്റ്റെപ്സ് നമുക്ക് പറയാം. അതിന് മുമ്പ് ഇതാണ് ഒരു സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 2 ന്യൂറോൺസ് തമ്മിലുള്ളതാണ്. ഈ ആദ്യത്തെ ന്യൂറോണിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന്. ഈ മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ഈ ന്യൂറോണിനെ പറയുന്നതാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് എന്ന്. സോ ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഈ കൊടുത്ത ഈ റെഡ് കളറിലുള്ളതുണ്ടല്ലോ, ദാറ്റ് ഈസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. പിന്നെ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പൊതിഞ്ഞ് നിൽക്കുന്ന ഇതിനെയാണ് വെസിക്കിൾസ് എന്ന് പറയുന്നത്. ഇവരെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള ഈ മഞ്ഞ കളറിലുള്ള ഇതിനെയാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള സിനാപ്റ്റിക് പ്രോസസ്സിൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് ട്രാൻസ്മിഷനിൽ നടക്കുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ അറൈവൽ. An action potential arrives at the axon terminal of the presynaptic neuron. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇതാണ് പ്രീസിനാപ്റ്റിക് ന്യൂറോൺ എന്നല്ലേ. ഈ പ്രീസിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഇതാണ് ആക്സോൺ. ഈ ആക്സോണിൻ്റെ എൻഡിനെയാണ് നമ്മൾ ആക്സോൺ ടെർമിനൽ അല്ലെങ്കിൽ പ്രീസിനാപ്റ്റിക് ആക്സോൺ ടെർമിനൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആക്സോൺ ടെർമിനലിൽ നമ്മളൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ, അതായത് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് അങ്ങനെ ട്രാവൽ ചെയ്ത് ഞാൻ എവിടെ എത്തി? ഈ ആക്സോൺ ടെർമിനലിൽ എത്തി. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ആക്സോൺ ടെർമിനലിൽ എത്തി. ദ അറൈവൽ ഓഫ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രിഗേഴ്സ് ദ ഓപ്പണിംഗ് ഓഫ് വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് ഇൻ ദ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. അപ്പോൾ അങ്ങനെ ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ എത്തുന്ന സമയത്ത് അവിടെ കുറച്ച് ചാനൽസ് ഉണ്ട്. അപ്പോൾ കാൽഷ്യം അയൺ ചാനലിനെ ഇത് ട്രിഗർ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും. എന്നിട്ട് അവിടെ Ca2+ അയോൺ അല്ലെങ്കിൽ കാൽഷ്യം അയോൺസ് ആക്സോൺ ടെർമിനലിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ അത് വരാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഈ കാൽഷ്യത്തിൻ്റെ
ഇൻഫ്ലക്സ്, Ca2+ അയോൺസിൻ്റെ ഇൻഫ്ലക്സ് അവിടെ സിനാപ്റ്റിക് വെസിക്കിൾസിനെ ഉണ്ടാക്കി തീർക്കും. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഈ ഒരു ടെർമിനലിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തുന്ന സമയത്ത് അവിടെ Ca2+ൻ്റെ ഇൻഫ്ലക്സ് സംഭവിക്കും. Ca2+ൻ്റെ ഇൻഫ്ലക്സ് ഇങ്ങനത്തെ വെസിക്കിൾസ് ക്രിയേറ്റ് ചെയ്യും. ആ വെസിക്കിൾസിൽ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. To fuse with the presynaptic membrane and release their contents into synaptic cleft. അങ്ങനെ അത് പിന്നീട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ? അതായത് ഇവിടെയാണല്ലേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ എത്തി? സിനാപ്റ്റിക് ക്ലഫ്റ്റിലെത്തി. ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡിങ്. ഇനി നടക്കാൻ പോകുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഡിഫ്യൂസ് അക്രോസ് ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആൻഡ് ബൈൻഡ് ടു ദ സ്പെസിഫിക് റിസപ്റ്റർ പ്രോട്ടീൻസ് ഓൺ ദ പോസ്റ്റ് സിനാപ്റ്റിക് സെൽ മെംബ്രെയിൻ. അങ്ങനെ നമ്മുടെ സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ വന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള മെംബ്രെയിന് ബൈൻഡ് ചെയ്യും. ഓക്കെ, അവിടെയുള്ള റിസപ്റ്റർ പ്രോട്ടീൻസ് ഉണ്ട്. പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള റിസപ്റ്റർ പ്രോട്ടീൻസ് ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിൽ എത്തിയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് the binding of neurotransmitters to postsynaptic receptors leading to the opening or closing of ion channel in the postsynaptic membrane. നേരത്തെ കാൽഷ്യം അയൺ ചാനൽ ഓപ്പൺ ചെയ്തെങ്ങാനാണ് അവിടെ കാൽഷ്യത്തിന് ഇൻഫ്ലക്സ് ഉണ്ടായതും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആയതും ഒക്കെ അല്ലേ. അതുപോലെ തന്നെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലും ഈ പറഞ്ഞ പോലത്തെ ഈ അയൺ ചാനലുകളുണ്ട്. ഇങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റർ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ റിസപ്റ്റർ പ്രോട്ടീനുമായിട്ടൊക്കെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഈ പറഞ്ഞ ചാനൽസ് ഓപ്പൺ ആവും, അല്ലെങ്കിൽ ഈ ചാനൽസ് ക്ലോസ് ആവും. ലീഡ്സ് ടു ദ ഓപ്പണിംഗ് ഓർ closing of channels in the postsynaptic membrane. This can cause either depolarization or hyperpolarization ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഡീപോളറൈസേഷൻ നടക്കും, അല്ലെങ്കിൽ ഹൈപ്പർ പോളറൈസേഷൻ നടക്കും. എന്താ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ദ ഇൻസൈഡ് ഓഫ് ദ സെൽ മോർ പോസിറ്റീവ് ആൻഡ് ഇൻക്രീസിംഗ് ദ ലൈക്ലിഹുഡ് ഓഫ് ഫയറിംഗ് ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഈ പറഞ്ഞത് ബൈൻഡ് ചെയ്ത് വരെ എത്തി. ഇതിങ്ങനെ ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക്, അതിൻ്റെ അടുത്ത ന്യൂറോണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമല്ലോ. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്താണ് ഈ ന്യൂറോൺ, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ തീരുമാനിക്കും ഈ ഒരു വന്നിട്ടുള്ള ആക്ഷൻ പൊട്ടൻഷ്യലിൽ ജനറേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തണോ എന്ന്. അങ്ങനെ ഇത് പിന്നീട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ മോർ പോസിറ്റീവ് ഉണ്ടാവും, ആ സമയത്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ പിന്നെയും ജനറേറ്റ് ചെയ്യും. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും. എന്നാൽ എന്താ ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ദ ഇൻസൈഡ് ഓഫ് ദ സെൽ മോർ നെഗറ്റീവ് ആൻഡ് ഡിക്രീസിങ് ദ ലൈക്ലിഹുഡ് ഓഫ് ഫയറിംഗ് ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ വെച്ചിട്ട് പിന്നെ ആക്ഷൻ പൊട്ടൻഷ്യൽ നടക്കൂല, അവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ആവും. അതാണ് ഹൈപ്പർ പോളറൈസേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക് അയൺസ് ഇൻവോൾവ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് നോക്കുന്നത് ഏത് അയണാണ് അവിടെ ഇൻവോൾവ് ആയത് അതിനനുസരിച്ചായിരിക്കും. ഓക്കെ, അങ്ങനെ എവിടെ എത്തി? പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ ഇതെത്തി. This change in the postsynaptic membrane potential determines whether the postsynaptic neuron will fire its own action potential or be inhibited. അപ്പോൾ ആ സമയത്ത് ഈ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആണ്. ഓക്കെ, ഇത്രയാണ് സിനാപ്റ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ മീൻസ് ഒരു പിക്ചോറിയൽ ആയിട്ട് ഇതിനെ നോക്കാം. മെക്കാനിസം ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് പ്രീ സിനാപ്റ്റിക് ആക്സോൺ, ഇവിടെയാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ വരുന്നത്. അങ്ങനെ ഇവിടുന്ന് വന്നിട്ടുള്ള നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ എത്തി. അവിടെ കാൽഷ്യത്തിൻ്റെ ഇൻഫ്ലക്സ് വരുന്ന സമയത്ത് സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ആ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങനെ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് വന്നു. എന്നിട്ട് പോസ്റ്റ്
പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള റിസപ്റ്റേഴ്സ് ആയിട്ട് ഇത് ബൈൻഡ് ചെയ്ത് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അയൺ ചാനലുകളൊക്കെ ഓപ്പൺ ആയി എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും അല്ലെങ്കിൽ അതവിടെ ഇൻഹിബിറ്റ് ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ അത്രയാണ് നമ്മുടെ സിനാപ്റ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇതിൽ സ്റ്റെപ്സ് ആണ് ചോദിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ സീക്വൻസ് ഓർഡറിൽ കൊടുക്കാനാണ് പറഞ്ഞത്. ആദ്യം എന്താ സംഭവിക്കുന്നത്? പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ അല്ല, സിനാപ്റ്റിക് വെസിക്കിള്, ടെർമിനൽ ബട്ടണ്, ആക്സോണ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്. അപ്പം ആദ്യം ഒരു ആക്സോണ് വേണം, ആ ആക്സോണിന് ഒരു ടെർമിനൽ ബട്ടൺ വേണം. എന്നിട്ട് അവിടുന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്? കാൽഷ്യത്തിന് ഇൻഫ്ലക്സ് വരുന്നുണ്ട്, അത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. പിന്നെ സിനാപ്റ്റിക് വെസിക്കിൾസിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞു. സോ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ആ സിനാപ്റ്റിക് വെസിക്കിൾസിൽ നിന്ന് വന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടേക്കാണ് പോകുന്നത്? സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്കാണ്. പിന്നെ അത് എന്തുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്? പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള റിസപ്റ്റേഴ്സുമായിട്ടാണ്. പിന്നെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഉണ്ടാവുന്ന അയൺ ചാനൽസിൻ്റെ ഓപ്പണിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് നോക്കാം. ഡി, സി, ബി, ഇ, എ. ഡി, സി, ബി, ഇ, എ. ഓപ്ഷനിൽ എങ്ങനെയാണ് വന്നത്? യെസ്, ഓപ്ഷനിലെ ഫോർത്ത് ഓപ്ഷനായിട്ട് വരുന്നതാണ് ഡി, സി, ബി, ഇ, എ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് സിനാപ്റ്റിക് ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ചെറിയ ഭാഗമല്ല. ഇവിടെ ന്യൂറോൺസിനെയും ആക്ഷൻ പൊട്ടൻഷ്യലിനെയും ഒക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളിതിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് അന്ന് ചോദിച്ചൊരു ചോദ്യത്തിനെ കുറിച്ചിട്ട് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ